ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു നാണയത്തിൻ്റെ വില വിവരം പറഞ്ഞാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്തൊരു 14 നാണയങ്ങളുടെ വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണ്ടിട്ട് വരാം. ടൂറിസം ഇയർ 1991 ഇറങ്ങിയ ഈ നാണയത്തിന് ബോംബെ മിൻറ്റ് കോയിൻ ആണെങ്കിൽ 10 രൂപയിൽ തുടങ്ങി 200 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 500 രൂപ വരെയും വില ലഭിക്കുന്ന നാണയമാണ്. അടുത്ത രാജീവ് ഗാന്ധി കോയിനാണ്. ഇതും 1991 ഇറങ്ങിയ ഈ നാണയത്തിന് ബോംബെ മിൻറ്റ് കോയിൻ 10 രൂപ മുതൽ 100 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ 10 രൂപ മുതൽ 500 രൂപ വരെയും കണ്ടീഷൻ അനുസരിച്ച് ലഭിക്കുന്നതാണ്. അടുത്തതായി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വേൾഡ് ഫുഡ് ഡേ കോയിനാണ്. 1992 ഇറങ്ങിയ ഈ കോയിന് കൽക്കട്ടയിൽ മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ കോയിന് 10 രൂപ മുതൽ 150 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഗോൾഡൻ ജൂബിലി. 1992 ഇറങ്ങിയ ഈ കോയിന് ബോംബെ മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 150 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് കോയിൻ 15 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിനും 15 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയാണ് ലഭിക്കുക. അടുത്തത് 89ാമത് ഇൻ്റർ പാർലമെൻ്ററി യൂണിയൻ കോൺഫറൻസ് എന്ന ഈ കോയിനാണ്. 1993 അച്ചിടപ്പെട്ട ഈ കോയിന് 25 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി പറയുന്നത് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദി ഫാമിലി. 1994 അച്ചടിക്കപ്പെട്ട ഈ നാണയത്തിന് ബോംബെ മിൻറ്റ് കോയിന് 15 രൂപയിൽ തുടങ്ങി 150 രൂപ വരെയും, നോയിഡ മിൻറ്റ് കോയിൻ റയർ കോയിനാണ് 100 രൂപയിൽ തുടങ്ങി 2500 രൂപയും കണ്ടീഷൻ അനുസരിച്ച് ലഭിക്കുന്നതാണ്. അടുത്തതായി 8ാമത് വേൾഡ് തമിഴ് കോൺഫറൻസ് ഈ ഒരു നാണയമാണ്. സെൻറ്റ് തിരുവള്ളുവർ എന്നുള്ള ഈ ഒരു നാണയത്തിന് ബോംബെ മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 300 രൂപ വരെയും, ഹൈദരാബാദ് മിൻറ്റ് കോയിൻ, നോയിഡ മിൻറ്റ് കോയിൻ എന്നിവ 10 രൂപയിൽ തുടങ്ങി 350 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു നാണയമാണ് സെല്ലുലാർ ജയിൽ പോർട്ട് ബ്ലെയർ. 1997 അച്ചടിക്കപ്പെട്ട ഈ കോയിന് ബോംബെ മിൻറ്റ് കോയിനാണെങ്കിൽ 5 രൂപയിൽ തുടങ്ങി 50 രൂപ വരെയും, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ മിൻറ്റുകളിൽ മിൻറ്റ് ചെയ്യപ്പെട്ട കോയിന് 10 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും, നോയിഡയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് 25 രൂപയിൽ തുടങ്ങി 200 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ് സെയിൻറ്റ് ധ്യാനേശ്വർ. അങ്ങനെ വായിക്കാമോ എന്നറിയില്ല, എന്തായാലും ഈ ഒരു മുഖപടമുള്ള കോയിനാണ്. ബോംബെ മിൻറ്റ് കോയിൻ 10 രൂപയിൽ തുടങ്ങി 50 രൂപ വരെയും, കൽക്കട്ട, നോയിഡ എന്നീ മിൻറ്റുകളിൽ മിൻറ്റ് ചെയ്യപ്പെട്ട കോയിന് 10 രൂപയിൽ തുടങ്ങി 200 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ് ലോക് നായക് ജയപ്രകാശ് നാരായണൻ. 2002 അച്ചടിക്കപ്പെട്ട ഈ ഒരു കോയിന് ബോംബെ മിൻറ്റ് മാർക്കുള്ള കോയിനുകൾക്ക് 10 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും, ഇനി ബോംബെ മിൻറ്റ് മാർക്ക് ഇല്ലാതെ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിന് 1000 രൂപ മുതൽ 3000 രൂപ വരെയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ തുടങ്ങി UNCയിലാണ് റേറ്റ് വരുന്നത്. അത് റയർ കോയിനാണ്. ഹൈദരാബാദ് മിൻറ്റ് കോയിന് 5 രൂപയിൽ തുടങ്ങി 100 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അപ്പോൾ ഹൈദരാബാദിലും ബോംബെയിലും മാത്രമേ ഇത് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കൽക്കട്ടയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. മിൻറ്റ് മാർക്ക് ഇല്ലെങ്കിൽ അത് കൽക്കട്ട മിൻറ്റ് കോയിൻ ആണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ ഒരു കോയിൻ മാത്രം ബോംബെയിലും ഹൈദരാബാദിലും മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കൽക്കട്ട മിൻറ്റ് കോയിനാണ് എന്ന് കരുതി മിൻറ്റ് മാർക്ക് ഇല്ലാത്ത കോയിൻ വലിച്ചെറിയരുത്. അടുത്ത വീഡിയോയിലേക്ക് പോകാം. വീർ ദുർഗാദാസ്. 2003 അച്ചടിക്കപ്പെട്ട ഈ കോയിന് ഹൈദരാബാദിൽ മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 15 രൂപയിൽ തുടങ്ങി 250 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി മഹാറാണ പ്രതാപ്. 2003 തന്നെ അച്ചടിക്കപ്പെട്ട ഈ കോയിന് ബോംബെ മിൻറ്റ് കോയിനാണെങ്കിൽ 25 രൂപയിൽ തുടങ്ങി 500 രൂപയും,
ഹൈദരാബാദ് മിൻറ്റ് കോയിന് 5 രൂപയിൽ തുടങ്ങി 80 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ് 150 ഇയേഴ്സ് ഓഫ് ഇന്ത്യ പോസ്റ്റ്. 2004 അച്ചടിക്കപ്പെട്ട ഈ കോയിന് കൽക്കട്ട മിൻറ്റ് കോയിനാണ്. കൽക്കട്ടയിൽ മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഈ ബുക്ക് കാണിക്കുന്നത്. 10 രൂപയിൽ തുടങ്ങി 150 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്ലാറ്റിനം ജൂബിലി. ആ ഒരു കോയിൻ 2010 അച്ചടിക്കപ്പെട്ടത്. വലിയ വിലയുള്ള കോയിനൊന്നുമല്ല. ഹൈദരാബാദിൽ മാത്രമാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 5 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 10 രൂപയിൽ അവസാനിക്കുന്നതാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ് 90,000 രൂപ വിലയുള്ള ഒരു കോയിനായിട്ട് അറിയപ്പെടുന്നത്. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണ്. ഈ 1985 കീഴെ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ സ്റ്റാർ മിൻറ്റ് മാർക്ക് സെൻറ്ററായിട്ടാണ് വരിക. ഇത് 90,000 രൂപ വില ലഭിക്കുന്ന ഒരു കോയിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.